കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്നത്. സംസ്ഥാനത്ത് ഭരണം മാറണമെന്നും UDF അധികാരത്തിൽ വരണമെന്നും കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായി ആഗ്രഹിക്കുന്നു എന്ന വസ്തുതയിലേക്കാണ് ഈ സർവേകൾ വിരൽ ചൂണ്ടുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിന് ജനങ്ങൾ നൽകുന്ന ഒരു യാത്രാമൊഴി കൂടിയായി ഈ ഫലങ്ങളെ വിലയിരുത്താം. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഇന്ത്യ ടുഡേയുടെ നേതൃത്വത്തിൽ പോൾ മന്ത്ര നടത്തിയ സർവേ പ്രകാരം കേരളത്തിലെ 50% ജനങ്ങളും അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നതാണ്. ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ ജനപിന്തുണ കൂടി കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ ശതമാനം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഭരണവിരുദ്ധ വികാരം അലതല്ലുന്ന കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്കുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ കണക്കുകൾ. പ്രതിപക്ഷ നേതാവ് VD സതീശന് സ്വാഭാവികമായും ലഭിക്കേണ്ട മേൽക്കൈ ഇത്തവണയും സർവേകളിൽ ദൃശ്യമാണ്. പ്രീപോൾ സർവേകളിൽ പിന്തുണയിൽ നേരിയ കുറവുണ്ടായെങ്കിലും കോൺഗ്രസ് നിരയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 21.2% പേരും സതീശനെയാണ് പിന്തുണയ്ക്കുന്നത്. 11.2% പേരുടെ പിന്തുണയുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 3ാം സ്ഥാനത്ത് തുടരുന്നുണ്ട് എങ്കിലും ഈ എക്സിറ്റ് പോളിലെ യഥാർത്ഥ ട്വിസ്റ്റ് KC വേണുഗോപാൽ ജനപിന്തുണയിൽ നടത്തിയ അവിശ്വസനീയമായ കുതിപ്പാണ്. മുൻപത്തെ സർവേകളിൽ വെറും 2 മുതൽ 3% വരെ മാത്രം പിന്തുണയുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നുമാണ് 17.8% എന്ന കൂറ്റൻ ജനപിന്തുണയിലേക്ക് KC വേണുഗോപാൽ വളർന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാനത്തുണ്ടായ പൊതുബോധമാണ് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഇത്രയധികം ഉയരാൻ കാരണമായത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ കേരളത്തിന്റെ കോൺഗ്രസിന്റെ കരുത്തുറ്റ മുഖമായി മാറുകയായിരുന്നു. സോഷ്യൽ എഞ്ചിനീയറിംഗ് രംഗത്തുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും തന്ത്രപരമായ നീക്കങ്ങളും UDFന് ഇത്തവണ വലിയ ഗുണം ചെയ്തുവെന്ന് വേണം കരുതാൻ. സ്ഥാനാർത്ഥി നിർണയം മുതൽ 5ന് ഇന്ദിര ഗ്യാരണ്ടി ആസൂത്രണം ചെയ്ത് സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്തിയതുവരെ KCയുടെ നേതൃപാടവത്തിന് തെളിവാണ്. ലോക്സഭയിലും പുറത്തും BJPക്കും മോദി അമിത് ഷാ ദ്വയങ്ങൾക്കുമെതിരെ അദ്ദേഹം നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നൽകിയത്. കേരളത്തിലെ പ്രമുഖ ഭൂരിപക്ഷ പിന്നാക്ക സമുദായങ്ങൾക്കിടയിൽ KC വേണുഗോപാലിന്റെ ജനപ്രീതി വലിയ തോതിൽ ഉയർന്നതാണ് കേവലം 2% നിന്ന് പിന്തുണ 17.8 എത്താൻ സഹായിച്ചത്. ഒരു ഘട്ടത്തിൽ NSSും SNDPയും കോൺഗ്രസിൽ നിന്ന് അകലം പാലിച്ചപ്പോൾ അത് തിരിച്ചടിയാകുമെന്ന് കണ്ട് അവരെ കൃത്യമായി ചേർത്തു നിർത്താൻ KCയിലൂടെ നേതൃത്വത്തിന് സാധിച്ചു. മറുഭാഗത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവാണ് പ്രകടമാകുന്നത്. ഒരു കാലത്ത് 29 മുതൽ 32% വരെ പിന്തുണ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് പൊതുസ്വീകാര്യതയിൽ വലിയ തിരിച്ചടിയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. ഇതിനിടയിലാണ് KK ശൈലജയുടെ കുതിപ്പ് ശ്രദ്ധേയമാകുന്നത്. CPMനുള്ളിൽ പിണറായി വിജയന് തൊട്ടു പിന്നാലെ ജനപിന്തുണയിൽ ശൈലജ ടീച്ചർ സ്ഥാനം പിടിച്ചിട്ടും അവർക്ക് ജനസാധ്യതയുള്ള ഒരു നിയമസഭാ സീറ്റ് നൽകാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ CPM നേതൃത്വം മറുപടി പറയേണ്ടി വരും. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും അധികാര കേന്ദ്രീകരണവും വോട്ടർമാരെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റിയോ എന്ന ഗൗരവകരമായ ചർച്ചയ്ക്കും ഇത് വഴിവെക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് രമേശ് ചെന്നിത്തലയ്ക്ക് തൊട്ട് പിന്നിലെത്തുന്ന ജനപിന്തുണ ലഭിച്ചത് BJP അണികളിലും ആവേശം നിറയ്ക്കുന്നുണ്ട് എങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല എന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. എങ്കിലും പല മണ്ഡലങ്ങളിലും BJP CPM അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. 10ലേറെ എക്സിറ്റ് പോളുകൾ UDFന് അധികാരം പ്രവചിക്കുമ്പോൾ അതിന്റെ നിർണായകമായ ഘടകം ശക്തമായ പിണറായി വിരുദ്ധതയും കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഇന്ദിര ഗ്യാരണ്ടിയും തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ സംഘപരിവാർ വിരുദ്ധ മുഖമായ KC വേണുഗോപാലിനെ ഇത്തവണ പാർട്ടി ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചു. സാമുദായിക സംഘടനകളുമായും സാമൂഹിക സംഘടനകളുമായും ഊഷ്മളമായ ബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് UDFന്റെ വിജയത്തിന് വഴിയൊരുക്കുന്ന പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാനും മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും കോൺഗ്രസിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച ശാസ്ത്രീയ നടപടികൾ എടുത്തു പറയേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ നിർണായകമായ വോട്ടർ പട്ടിക കൃത്യമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇത്തവണ കോൺഗ്രസ് പുലർത്തിയ ജാഗ്രത UDFന് വലിയ കരുത്തായി മാറി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി ഏകോപിപ്പിക്കപ്പെട്ടത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി AICCയുടെ സഹായത്തോടുകൂടി ബൂത്ത് തലത്തിൽ പ്രവർത്തകർ ഓരോ വീടുകളിലും പേര് ചേർക്കൽ യജ്ഞം ഉറപ്പുവരുത്തിയത് വിജയത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിലും പ്രത്യേക വോട്ടർമാരെ കണ്ടെത്തി പേര് ചേർക്കാനും പട്ടികയിലെ ക്രമക്കേടുകൾ പരിശോധിക്കാനും അദ്ദേഹം പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു.
കെ.സി. വേണുഗോപാലിന്റെ ഈ സംഘടനാ മികവും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഏകോപനവുമാണ് താഴെത്തട്ടിൽ കോൺഗ്രസിന് ഇത്ര വലിയ ചലനമുണ്ടാക്കാൻ സാധിച്ചത്. വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവും അനുകൂലമായ തരംഗവും ഈ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കേഡർ സംവിധാനത്തിനെ പോലും വെല്ലുന്ന രീതിയിൽ ഇത്തവണ കോൺഗ്രസ് താഴെത്തട്ടിൽ സജീവമായിരുന്നു. സർക്കാരിന്റെ അഴിമതി ആരോപണങ്ങളും വിലക്കയറ്റവും ജനജീവിതത്തെ ബാധിച്ചപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ബദൽ നയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചുവെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു. ആത്യന്തികമായി കേരളം വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും പിണറായി യുഗത്തിന് അന്ത്യം കുറിച്ച് UDF പുതിയൊരു ഉദയത്തിലേക്ക് നീങ്ങുകയാണ് എന്നും ഈ എക്സിറ്റ് പോൾ അവലോകനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു.